ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് സെക്ഷനാണ് കാണിക്കാൻ പോണേ കേട്ടോ. ആൾ നല്ല ഉറക്കാണ്, മൂത്താൾ സ്കൂളിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ വന്നിട്ടുള്ള വിശേഷം കാണാം. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരാൾ സ്കൂളിൽ പോയപ്പോൾ സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന് ഭയങ്കര കരഞ്ഞ് പിഴിഞ്ഞൊക്കെയാണ് പോയത് സ്കൂളിൽ. അപ്പോൾ ഞാനിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു. അപ്പം ഞാൻ അവസാനം ഞാൻ പറഞ്ഞ സാൻഡ്വിച്ച് ഉണ്ടാക്കി വയ്ക്കാം, പോയിട്ട് വരുമ്പോൾ ഉണ്ടാക്കി വയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതുണ്ടാക്കാം, അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങാണ്. സമയം 3:15 കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മയണൈസ് അടിച്ച് ജാറിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. രാവിലെ ഇതൊക്കെ ചെയ്ത് വെച്ചു. ഇപ്പോൾ ചെറുത് വൈകുന്നേരം വാശി പിടിക്കുകയാണെങ്കിൽ എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഞാൻ പാലുകൊണ്ടാണ് മയണൈസ് അടിക്കാറ്. അപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ സവാളയും തക്കാളിയും കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മുട്ട ഒന്ന് കൊത്തി പൊരിക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ച മയണൈസും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു പരുവാക്കി. എന്നിട്ട് ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 സ്ലൈസ് എടുക്കുക. എന്നിട്ട് ആ മിക്സിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഫില്ലിങ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്നുമില്ല, ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബട്ടറിൽ 2 സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ബ്രെഡിൻ്റെ. അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അതായത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒരാൾ ഇതേ സ്കൂളൊക്കെ വിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വെള്ളം എടുത്ത് കുടിക്കുന്ന ബാഗിൽ നിന്ന് സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ കഴിക്കാനിരിക്കാൻ കേട്ടോ. അവൻ്റെ ഫേവറേറ്റ് ആണിത്. ആ സമയം കൊണ്ട് ഞാൻ ദേവൻ്റെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. എല്ലാ ദിവസവും സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അതായത് ചോറും പാത്രം എടുത്ത് പുറത്ത് വയ്ക്കും കഴുകാനായിട്ട്. കഴുകിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ആ ഫുഡ് കഴിക്കണതും. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച്, പിന്നെ ബാഗിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേറെ വല്ല കുട്ടികളിലൊക്കെ സാധനങ്ങൾ തെറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവൻ്റെ സാധനങ്ങൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ കള്ളിയും ഒന്ന് തുറന്ന് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടറൊക്കെ പുറത്തിട്ടിട്ടാണ് വന്നത്. ബോക്സിൻ്റെ ഡയറി എടുത്ത് അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാറുണ്ട് ഇതൊക്കെ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ 3 ബുക്ക് അവർക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് ഒരു പുസ്തകം, ഒരു നോട്ട് ബുക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനൊരു 3 വരട്ട നോട്ട് പുസ്തകം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണത് എവിടെ നിന്നാണ് ഈ പുസ്തകം. പിന്നെയാണ് എനിക്ക് കത്തിയത് അവർക്കിങ്ങനെ കിട്ടണം. അതായത് ഫസ്റ്റായിട്ട് 1ാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ പുസ്തകം, ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഇവിടെ ചായ ഇടൽ പരിപാടിയിലാണ്. അപ്പോൾ ചായ ഇട്ട് കുടിക്കാമെന്ന് വെച്ചാൽ ചായ ഇടുന്നുണ്ട്. അങ്ങനെ ദേ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. സ്കൂളൊക്കെ തുറന്നിട്ട് ദേ ഒരു ഷെൽഫൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാണ് ഇന്നത്തെ വേറൊരു ടാസ്ക് കേട്ടോ. അപ്പോൾ ഇതൊന്നും അവസാനിക്കില്ലയോ എന്നൊന്നും അറിയില്ല, നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ സെക്ഷൻ എല്ലാം കൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് തോന്നും വർക്ക്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് ഫസ്റ്റ് ഈ ഒരു സെക്ഷനാണ് ഞാൻ മടക്കി വയ്ക്കാൻ പോകണം കേട്ടോ. അതിനുശേഷം അടുത്തത് ആ ഒരു രീതിയിൽ ചെയ്യാം.
ഞാൻ ദേ ഓരോന്നിങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ മടക്കി വയ്ക്കുന്നത്. അതായത് ട്രൗസറും അതിൻ്റെ ബനിയനും ഇങ്ങനെ ചുരുട്ടി വെക്കും. അപ്പോൾ പിന്നെ ട്രൗസറും ബനിയനും വേറെ വേറെ തപ്പാനായിട്ട് പോകണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മടക്കി വയ്ക്കാറ്. അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഓരോരോ ദശകൾ ഇങ്ങനെ ഒരു ഷെൽഫ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേന ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളിങ്ങനെ കടകളിലൊക്കെ ഷർട്ടുകളൊക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ, അതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ എടുക്കാനൊക്കെ എളുപ്പമായിട്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്കിപ്പോൾ താഴത്തു നിന്ന് ഒന്നും വലിക്കണമെങ്കിലും മുകളിലത്തെ ഒന്നും കേടുപാടുകൾ സംഭവിക്കാണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാനായിട്ടും പറ്റൂട്ടെ ഇങ്ങനെ ചുരുട്ടി മടക്കി വെച്ച് കഴിഞ്ഞാൽ. അടുത്ത സെക്ഷൻ ബുക്കിൻ്റെ കള്ളി. ഈ ഒരു കള്ളിയിലിരുന്ന പുസ്തകങ്ങൾ ഞാൻ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ അൽക്കുലത്തെ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കട്ടെ. നെക്സ്റ്റ് ഈ ഒരു കള്ളിയാണ്. ഇതിലെ ഡ്രസ്സുകളൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും ഡ്രസ്സുകൾ ഉണ്ടെങ്കിലും അവൻ ആകെ 2 ഡ്രസ്സൊക്കെ സ്ഥിരമായിട്ട് ഇടുള്ളൂ കേട്ടോ. അഹങ്കാരം. അവനിഷ്ടമുള്ളത് മാത്രമേ ഇടുള്ളൂ. ഇടാത്ത പുതിയ ഡ്രസ്സുകൾ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അവനിടില്ല. അപ്പോൾ ഇത് ഇടാത്തതും ഇടണതുമായിട്ട് നമുക്കൊന്ന് വേർതിരിക്കാം. നീ ഇടണ ഡ്രസ്സുകളൊന്ന് മാറ്റി വെച്ചെന്നേ. ഇടണ ഡ്രസ്സുകൾ നീ ഇതിടാ ഉദ്ദേശിക്കണ്ടേ? നീ ഇല്ല, ഉറപ്പല്ലേ? ഇതിടോ ഇതിടില്ല. ഇടാത്ത ഡ്രസ്സ് പുതിയത് ആകെ കൂടി ഇരുന്ന ഡ്രസ്സ് ഇതാണ്. അപ്പം ഇത് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആർക്കെങ്കിലും കൊടുക്കാം. നല്ല ഡ്രസ്സുകളല്ലേ. ഇത് പുറത്തിടുന്ന സെക്ഷനായിരുന്നു കേട്ടോ. ഇനി വീട്ടിലിടുന്ന സെക്ഷൻ ഇതാണ്. ഇതിലുണ്ട് ചെറുതായതൊക്കെ, അപ്പം അതൊക്കെ എടുത്തൊന്ന് മാറ്റണം. അപ്പോൾ അതൊക്കെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഷർട്ട് കിട്ടിയത് കേട്ടോ. ഞാൻ ഈ ഒരു ഷർട്ട് മൂത്തവൻ്റെ എടുത്ത് വെച്ചേക്കായിരുന്നു, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാട്ടെ. എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ ദൈവപ്പൂവിന് കറക്റ്റ് ഭാഗമായിട്ടുണ്ട് കേട്ടോ. അന്ന് 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അടുത്തത് ഈ ഒരു സെക്ഷനാണ്. ഇതിപ്പോൾ 2 പേരുടെയും മരുന്നുകളും പിന്നെ എൻ്റെ കുറച്ച് മെഡിസിൻസൊക്കെ ഉണ്ട്, ടാബ്ലറ്റ്സൊക്കെ. അപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളയണം. ഇതേ കബോർഡൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാം ഒതുക്കിയിട്ടുണ്ട്. എല്ലാം ഒതുക്കി പറക്കിയപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇനി ഇത് വൃത്തിയാക്കണം. അപ്പോൾ കത്തിക്കാനുള്ളത് വേറെ, കത്തിച്ച് കളയാനുള്ളത് വേറെ, പിന്നെ എടുത്ത് വെക്കാനായിട്ടുള്ളത് അത് സെപ്പറേറ്റ് ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കത്തിക്കാനുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റാണ് കേട്ടോ, ബാക്കിലോട്ട് മാറ്റാണ്. അതിനുശേഷം ഞാൻ ഒരു വലിയ കവറൊക്കെ തപ്പിപ്പിടിച്ചെടുത്തതിന് ശേഷം അവൻ്റെ ഡ്രസ്സുകളൊക്കെ അതിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് ഇനി അവനിടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ടുള്ള പ്ലാനിലാണ്. അങ്ങനെ ഇവിടെ താഴത്തുള്ളതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ ഒരു കവറിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള പ്ലാനാണ്. ഇപ്പോൾ ഒരു പകുതി സമാധാനമായിട്ടോ. കുറേ നാളായി വിചാരിക്കണം ഇതൊക്കെ ഒന്ന് ഒതുക്കണമെന്ന്. ഇപ്പോൾ ഒക്കെ ഒതുങ്ങി കിട്ടി. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ആകെ ക്ഷീണിച്ചു, തളർന്നു, എല്ലാം ഒതുക്കി പറക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ചെറിയൊരു ഈവനിങ് സെക്ഷനാണ് കാണിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും